സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിനെ അറിയാമോ? പറയൂ. എന്തറിയാം? എത്രമാത്രം അറിയാം? 4 അന്ധന്മാർ ഒരു ദിവസം ഒരു ആനയെ കാണുവാൻ വേണ്ടി പോയി. ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു ഒരുത്തൻ പോയി. അവൻ ചെന്നിട്ട് അതിന്റെ പുറം തപ്പി നോക്കിയിട്ട് പറഞ്ഞു, എടാ ആനയെന്ന് പറഞ്ഞ ഒന്നുമില്ല, ഒരു പാറയാ. രണ്ടാമത്തവൻ പറഞ്ഞു, എടാ പോടാ ചുമ്മാ പറയാം, ഞാൻ തന്നെ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവൻ പോയി നോക്കി. ആനയുടെ തുമ്പിക്കൈ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, എടാ ആനയെന്ന് പറഞ്ഞാൽ ഒരു കുടില് പോലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. പോടാ ഞാൻ തന്നെ നോക്കാമെന്ന് പറഞ്ഞ അടുത്ത ആൾ പോയി. അവൻ ചെന്നിട്ട് വാല് പിടിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, എടാ ആനയെന്ന് പറഞ്ഞാൽ അത് കുഴലുമല്ല, അത് പാറയുമല്ല, അതൊരു കുറ്റിച്ചൂല് പോലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി അടുത്ത ആൾ ഞാൻ നല്ലവണ്ണം നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ചെന്ന് കാല് പിടിച്ചു നോക്കി. എന്നിട്ട് പറയുകയാണ്, എടാ ആനയെന്ന് പറഞ്ഞാൽ അത് പാറയുമല്ല, കുഴലുമല്ല, ചൂലുമല്ല, അതൊരു തൂണ് പോലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. എന്താണ് ഈ കാലത്ത് യേശുക്രിസ്തുവിനെ ഒരല്പം മാത്രം അറിഞ്ഞിട്ട് ഇതാണ് യേശുക്രിസ്തു, ഇതാണ് യേശുക്രിസ്തു, ഇതാണ് യേശുക്രിസ്തു, ഞാൻ മാത്രം അറിയുന്നു, ഞാനാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചത് എന്നൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പറയുകയാണ്. യഥാർത്ഥമായും ഇവരെല്ലാം പറയുന്നത് കൂടുമ്പോഴാണ് ആനയാകുന്നത്. ഇവരെല്ലാം പറയുന്നത് ശരിയാണ്, എന്നാൽ അതൊന്നും പറയുമ്പോൾ അത് പൂർണ്ണമാകുന്നില്ല. ഇത്ര വലിയൊരു മൃഗത്തെ ഒരു പാറയായും ഒരു തൂണായും മനസ്സിലാക്കി, എന്നാൽ അവർ അതിന്റെ കാര്യത്തെ വ്യക്തമായി അറിയുന്നില്ല. എത്ര ആളുകൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചാലും, എത്രയോ സന്ദേശങ്ങൾ ദിനംതോറും കേട്ടാലും, എന്റെ കാര്യം പറഞ്ഞ 45 വർഷങ്ങളായിട്ട് എത്രയോ പ്രാവശ്യം വേദപുസ്തകം വായിച്ചു തീർത്തിട്ടും ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ്? ഇനിയും എത്രയോ മർമ്മങ്ങളുണ്ട്, ഇനിയും എത്രയോ സത്യങ്ങളുണ്ട്, ഇനിയും എത്രയോ വിഷയങ്ങളുണ്ട്. ഓരോരോ സന്ദർഭങ്ങളിലും ഓരോരോ ആവശ്യങ്ങൾക്കനുസരിച്ച് പരിശുദ്ധാത്മാവ് ആ കാര്യം വെളിപ്പെടുത്തി തരുന്നത് അല്ലാതെ സമ്പൂർണമായിട്ട് നാം ആരും മനസ്സിലാക്കിയിട്ടില്ല. എന്തിനാണ് ക്രിസ്തീയ മീറ്റിങ്ങുകൾക്ക് വേണ്ടി വരുന്നത്? എന്താണ് അറിയേണ്ടത്? എനിക്കെല്ലാം കർത്താവിനെ കുറിച്ച് അറിയാമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ക്രിസ്തീയ മീറ്റിംഗിൽ വരുന്നത്? ഇനിയും നാം അറിയണം. പൗലോസ് പറയുകയാണ്, ഞാൻ ഇനിയും അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയെ അറിയുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. നോക്കൂ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും, ഇങ്ങനെ വല്ലവിധനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ചു ഞാൻ അവന്റെ നിമിത്തം എല്ലാം ചപ്പും ചവറും എന്ന് എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല. എന്നാൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഇനിയും എനിക്ക് യേശുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സഭയിൽ വരുന്ന ആളുകൾ സങ്കുചിതമായ ഒരു മനോഭാവത്തോടു കൂടി ഇരിക്കരുത്. എനിക്ക് യേശുവിനെ കുറിച്ചെല്ലാം അറിയാമെന്ന ഭാവത്തോടു കൂടി ഇരിക്കരുത്. ഞാൻ ഈ ലോകത്തിൽ വലിയൊരു വിശ്വാസി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളെക്കാൾ വലിയ വിശ്വാസികളുണ്ട്, നിങ്ങളെക്കാൾ വലിയ പ്രാർത്ഥനാ മനുഷ്യരുണ്ട്, നിങ്ങളെക്കാൾ കൂടുതൽ ത്യാഗം ചെയ്യുന്നവരുണ്ട്, നിങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തിന്റെ കയ്യിൽ ഉപയോഗിക്കപ്പെട്ടവരുണ്ട്. അന്ന് ഏലിയാവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ നിന്റെ മുൻപിൽ വിശ്വസ്തയോടെ ആയിരിക്കുന്നെന്ന്. അല്ല, നിന്നേക്കാൾ ഒരുപാട് ആളുകളുണ്ട്, പരിശുദ്ധമായി ജീവിക്കുന്നവർ ആളുകൾ എന്ന് ദൈവം പറഞ്ഞു കൊടുത്തു. ഇന്ന് ക്രിസ്തീയ ഭക്തി എന്താണെന്ന് വെച്ചാൽ, എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാ കാര്യവും അറിയാം. ഒരു കാര്യം മനസ്സിലാക്കൂ, സോക്രട്ടീസ് എന്നു പേരുള്ള വലിയ തത്വജ്ഞാനി എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഞാൻ അനേക തത്വജ്ഞാനങ്ങൾ പഠിച്ച് അനേക പരീക്ഷണങ്ങൾ നടത്തിയിട്ട് മനസ്സിലായ എന്താണെന്ന് അറിയാമോ? എനിക്കറിയാവുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യം. എന്താണ്? വലിയ തത്വജ്ഞാനിയായവന്, ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയ വ്യക്തിക്ക്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് അനേകരെ തത്വജ്ഞാനം പഠിപ്പിക്കുന്ന ആ വ്യക്തിക്ക് അവസാനം എന്താണ് പറഞ്ഞത്? ഒന്നും അറിയില്ലെന്ന്. നാം ഒന്നും അറിയാഞ്ഞിട്ടും എല്ലാം അറിയാമെന്നാണ് പറയുന്നത്. നമുക്കെന്തറിയാം? ഈ ദിവസം എനിക്ക് യേശുവിനെ കുറിച്ച് അറിയണം. അവന്റെ സ്നേഹം എത്ര ഉയരമുള്ളതാണ്, എത്ര ആഴമുള്ളതാണ്, എത്ര വിസ്താരമാണ്. വിശ്വാസികളായിരിക്കും നാം എല്ലാം ചേർന്ന്
അന്വേഷിക്കണമെന്ന് കർത്താവ് പറയുകയാണ്. ഓരോരുത്തരും അന്വേഷിച്ചിട്ട് എന്റെ യേശു ഇങ്ങനെയാണ്, എന്റെ യേശു ഇങ്ങനെയാണ്, എന്റെ യേശു ഇങ്ങനെയാണെന്ന് വലിയ ജ്ഞാനികളായി മാറുകയാണല്ലോ. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ നാം എല്ലാവരും ചേർന്ന് വിവരിച്ചാലും അത് വിവരിക്കുവാൻ കഴിയില്ല. യേശുവിന്റെ സ്നേഹം എന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതായ കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ ചെയ്തതായ കാര്യങ്ങൾ, ഇവരുടെ ജീവിതത്തിൽ ചെയ്തതായ കാര്യങ്ങൾ, അവന് നിന്നെക്കുറിച്ചുള്ളതായ പദ്ധതികൾ, എന്നെക്കുറിച്ചുള്ളതായ പദ്ധതികൾ, അത് അറിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യേശുക്രിസ്തുവിനെ അറിയുന്ന വ്യക്തി തന്റെ അവസ്ഥയെ അറിയുന്നു. തന്റെ അവസ്ഥയെ അറിയുന്ന വ്യക്തി യേശുക്രിസ്തുവിലുള്ള മഹത്വത്തെ അറിയുന്നു. ക്രിസ്ത്യാനികളെ, വിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്നവരെ, നിങ്ങൾ യേശുവിനെ അറിയുന്നുണ്ടോ? ക്രിസ്തുവിനെ ആരാധിക്കാൻ സഭയിൽ വന്നിട്ട് കുറച്ച് പാട്ടുകളൊക്കെ പാടി സ്തോത്രകാഴ്ചയൊക്കെ ഇട്ട് പ്രസംഗമൊക്കെ കേട്ടിട്ട് പോകുവാനുള്ളതല്ല. യേശുക്രിസ്തുവിനെ നിങ്ങൾ അറിയുവാൻ ശ്രമിക്കണം. അവനെ അറിയുന്നത് കാരണമായി നിങ്ങളുടെ ജീവിതത്തിൽ അവന്റെ സമാധാനം വരേണ്ടതായിട്ടുണ്ട്. ജയ്പാലിനെ കാണാൻ വേണ്ടിയല്ല നിങ്ങളിവിടെ വരേണ്ടത്. എന്തിനു വേണ്ടിയാണ്? യേശുക്രിസ്തുവായി നമുക്ക് സമാധാനമുണ്ടായിരിക്കണം, നമുക്ക് ഒരു നിരപ്പ് ഉണ്ടായിരിക്കണം. ദൈവത്തെ ദുഃഖിക്കുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? ദൈവത്തെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? ദൈവത്തിന്റെ മക്കളായിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും നീ പലയിടത്തും വീണുപോകുന്നു, പലപ്പോഴും നീ തകർന്നു പോകുന്നു, അനേക പ്രാവശ്യവും നീ തെറ്റ് ചെയ്യുന്നു. പലപ്പോഴും നിനക്ക് വിശുദ്ധിയോടായിരിക്കാൻ കഴിയുന്നില്ല, വിടുതൽ പ്രാപിക്കുന്നില്ല, സമാധാനമില്ല, മനഃശാന്തി ഇല്ല. നീ വീണുപോയി, നീ തെറ്റിപ്പോയി, തകർന്നുപോയി. മീറ്റിംഗിന് വരുന്നുണ്ട്, പോകുന്നുണ്ട്, വലിയ ഭക്തനാണെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ള സഭകളിലേക്ക് വരുന്ന സമയത്ത് നീ അറിയേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? നീ ദൈവത്തോട് സമാധാനമുള്ളവനായിരിക്കണം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാതിരിപ്പാൻ തക്കവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളാണ് നിങ്ങൾക്കും ദൈവത്തിനും മധ്യേ തടസ്സമായിട്ട്. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നേയില്ല, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം നൽകുന്നില്ലേ, ദൈവം ഞങ്ങളെ സഹായിക്കുന്നില്ല എന്ന് പറയുന്ന വ്യക്തികളെ, നിങ്ങൾ ദൈവത്തോട് സമാധാനപ്പെടുവിൻ. നിങ്ങൾക്കും നിങ്ങളുടെ ദൈവത്തിനും മധ്യയുള്ളതായ തടസ്സങ്ങൾ, പാപങ്ങൾ, തടസ്സങ്ങൾ എല്ലാം അവസാനിക്കത്തക്ക രീതിയിൽ സമാധാനപ്പെടൂ. അവന്റെ മുഖപ്രകാശത്തിൽ നിങ്ങളുടെ രഹസ്യ പാപങ്ങൾ കാണാൻ കഴിയും. അവന്റെ അടുക്കിലേക്ക് ഓടി വരുന്നതായ നിങ്ങൾ അവനെ അന്വേഷിക്കണം. അവന്റെ അടുക്കൽ സമാധാനത്തോടെ ആയിരിക്കണം. യെശയ്യാവിന്റെ പുസ്തകം 55 അധ്യായം 7 വാക്യത്തിൽ, ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ, അവനവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. ദുഷ്ടന്മാർ തന്റെ വഴിയെ ഉപേക്ഷിക്കട്ടെ. മീറ്റിങ്ങിന് വരുന്നത് വലിയ കാര്യമൊന്നുമല്ല. നിങ്ങളുടെ മനസ്സിലുള്ളതായ ദുഷ്ടവിചാരങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നോ? നിങ്ങളുടെ അയൽക്കാരോടുള്ളതായ അസൂയ, വിദ്വേഷം ഉപേക്ഷിച്ചോ? നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നിന്റെ ശത്രുക്കളോട് ക്ഷമിക്കുമെന്ന് ദൈവം പറഞ്ഞില്ലേ? ഇന്ന് വചനം കേൾക്കുന്നതായ നിങ്ങൾ, എനിക്ക് ശത്രുക്കൾ ആരും തന്നെയില്ല, എന്നെ വിഷമിപ്പിക്കുന്നവർ അനേകർ ഉണ്ട്, എനിക്ക് അന്യായം ചെയ്യുന്നവർ അനേകർ ഉണ്ട്, എന്നെ വഞ്ചിക്കുന്നവർ അനേകം ആളുകളുണ്ട്, എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരോടെല്ലാം ഞാൻ ക്ഷമിച്ചു എന്ന് പറയാൻ കഴിയുമോ? ആ കോപമെല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ട്, യേശുക്രിസ്തുവേ എന്നോട് ക്ഷമിക്കണമേ. എത്രമാത്രം ക്ഷമിക്കും? നിങ്ങളുടെ ശത്രുക്കളോട് നിങ്ങൾ ക്ഷമിക്കുകയാണ് എങ്കിൽ അവൻ നിങ്ങളോട് ക്ഷമിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ അനേകം ആളുകൾ സഭയിൽ വരുമ്പോൾ വഴക്കുണ്ടാക്കി വന്നിട്ട് ആരാധനയ്ക്ക് സമയമായി പോയിട്ട് വന്നിട്ട് കാണാമെന്ന് പറയുന്നവരുണ്ട്. അതായത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് വീണ്ടും വഴക്കുണ്ടാക്കാനാണ്. എന്താണ് ചെയ്യുന്ന പണികൾ? കുറച്ചു നേരം പോസ്റ്റ്പോൺ ചെയ്തിട്ട് ദൈവത്തിന് സമയം കൊടുത്ത് വീണ്ടും ചെന്നിട്ട് നീചപ്രവൃത്തികൾ ചെയ്യുന്ന ക്രിസ്ത്യാനികൾ എത്രയോ ആളുകളുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളുടെ വഴികളെ വിട്ടുതിരിവിൻ, നിങ്ങളുടെ ആലോചനകളെ ഉപേക്ഷിക്കുവിൻ, നിങ്ങളുടെ പദ്ധതികൾ മാറ്റുവിൻ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നാളെ എന്തു ചെയ്യണം, എവിടേക്ക് പോകണം, നാളെ ആരെ തല്ലണം, എവിടെ പോയി മദ്യപിക്കണം, എന്ത് കാര്യങ്ങൾ ചെയ്യണം, ഏത് സിനിമയ്ക്ക് പോകണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് ചിന്തിച്ചാലും അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നും തന്നെയില്ല. നമുക്ക് ഇന്ന് തന്നെ അവരുടെ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ അവരെ കൈകാര്യം ചെയ്യണം, അവരുടെ കാര്യങ്ങൾ തീരുമാനമാക്കണം. വന്നിട്ട് നമുക്ക് മീറ്റിംഗിന് വീണ്ടും സന്ധിക്കാം എന്ന് പറഞ്ഞു പോകുന്നവർ, ഇങ്ങനെ ആലോചിക്കുന്നവരുണ്ട്. ഇതെങ്ങനെ സാധ്യമാകും? അതെങ്ങനെ നടക്കും? നിന്റെ ദുഷ്ടചിന്തകൾ മാറണം, നിന്റെ ദുഷ്ടപ്രവർത്തികൾ ഉപേക്ഷിക്കണം. എന്താണെന്ന് വെച്ചാൽ 8 വാക്യം, നിങ്ങളുടെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എന്റെയും വഴികൾ അല്ല. നിങ്ങളുടെ വഴികൾ വേറെ, എന്റെ വഴികളും വേറെ. നിങ്ങളുടെ ആലോചനകൾ വേറെ, എന്റെ ആലോചനകളും വേറെ. നിങ്ങളുടെ വഴികളിലൂടെ നീ വന്നാൽ എന്റെ വഴികളിലൂടെ നീ തിരിച്ചു പോകണം. നിങ്ങളുടെ ആലോചനകളോടെ നിങ്ങൾ വന്നു, എന്റെ ആലോചനകളാൽ നിറഞ്ഞു നിങ്ങൾ പോകണം. അതാണ് യഥാർത്ഥമായ ക്രിസ്തീയ സഭ വിജയിക്കണമെന്നുണ്ടെങ്കിൽ. മനുഷ്യർ വരുന്നത് പ്രധാനമല്ല, അത്ഭുതം നടക്കുന്ന പ്രധാനമല്ല. വരുന്ന ആളുകൾ അവരുടെ ചിന്തകൾ, ദുഷ്ടചിന്തകൾ വിട്ടിട്ട്
ദുഷ്ട ആലോചനകൾ വിട്ട് ദൈവത്തോട് സമാധാനപ്പെട്ട് അവരുടെ വിശപ്പടങ്ങി അവരുടെ ദാഹം തീർന്ന് അവർ സമാധാനപ്പെട്ട് ദൈവത്തോട് സമാധാനമുള്ളവരായി തീർന്ന് അവർ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുമായി തിരിച്ചു പോകുന്നത് യഥാർത്ഥമായ ക്രിസ്തീയ ഭക്തി. ഇല്ലെങ്കിൽ നമ്മൾ എത്ര സഭയിൽ പോയാലും ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ആലോചനകൾ വേറെയാണ്. ഇന്ന് സഭയിൽ വരുന്ന ആളുകളും പലതരത്തിലുള്ള ആലോചനകളുമായിട്ടാണ് വരുന്നത്. ചിലർ കേൾക്കാമെന്ന് വിചാരിച്ച്, ചിലർ കൈകളടിക്കാമല്ലോ എന്ന് വിചാരിച്ച്, അങ്ങനെ ചിലർ പല രീതിയിലുള്ള ആലോചനകളുമായിട്ടാണ് ആളുകൾ വരുന്നത്. കൂട്ടുകാരോട് ചേർന്ന് നിന്നിട്ട് സംസാരിച്ച് സമയം കളയാം. അങ്ങനെയുള്ളതായി നിങ്ങളുടെ വിചാരങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ച് കളയുക. ശൗലിന്റെ കഴുതകൾ വഴിതെറ്റിപ്പോയി. ശൗലിന് കുറെ കഴുതകളുണ്ട്. ആ കഴുതകൾ കൂട്ടം തെറ്റിപ്പോയി. ആ കഴുതൽ കൂട്ടം തെറ്റിപ്പോയ സമയത്ത് ശമൂവേൽ പ്രവാചകന്റെ അടുത്ത് പോയി നോക്കിയേക്കാം, അപ്പോൾ പ്രവചനങ്ങൾ നടത്തും, അങ്ങനെ കഴുതയെ കണ്ടുപിടിക്കുവാൻ കഴിയും എന്ന് വിചാരിച്ചിട്ട് ശമൂവേലിന്റെ അടുക്കിലേക്ക് വരുവാനിടയായി. എന്തിനാണ് വന്നത്? കഴുതകൾ വഴിതെറ്റിപ്പോയി അതിനെ കണ്ടുപിടിക്കാനാണ് വന്നത്. എന്നാൽ ദൈവം അവനോട് എന്താണ് സംസാരിച്ചത്? നിന്നെ ഞാൻ ഇസ്രായേലിന് രാജാവാക്കി മാറ്റും. നിന്റെ ചിന്തകൾ കഴുതകളെ മേയ്ക്കുന്നതിനെ കുറിച്ചാണ്. എന്റെ ചിന്തകൾ രാജാവാക്കി മാറ്റുന്നതിനെ കുറിച്ചാണ്. നിന്റെ ചിന്തകൾ എങ്ങനെയാണ്? ചോക്കോബാർ ചിന്തകൾ. നമ്മുടെ ചിന്തകൾ എങ്ങനെയുള്ളതാണ്? ചോക്കോബാർ ചിന്തകൾ. ദൈവം പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് മകനെ നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ, മകളെ എന്ത് വേണമെന്ന് ചോദിച്ചാൽ നാം എന്തായിരിക്കും പറയുന്നത്? പെട്ടെന്ന് വന്ന് ചോദിക്കുകയാണെങ്കിൽ, വീട് വേണമെന്ന് പറയുമോ? ജോലി വേണമെന്ന് പറയുമോ? വിസ വേണമെന്ന് പറയുമോ? പെട്ടെന്ന് മനസ്സിൽ വരുന്നത് എന്താണോ അതാണ് വിളിച്ചു പറയുന്നത്. അതാണ് നാം ദൈവത്തോട് ചോദിക്കാൻ അപ്പോൾ തീരുമാനിക്കുന്നത്. എന്ത് വേണമെന്ന് ചോദിച്ചു ഒരാൾ പറഞ്ഞ് ഞാൻ തൊടുന്നതെല്ലാം പൊന്നായിരിക്കണമെന്ന്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞയച്ചു. അവന് വളരെ സന്തോഷമായി. ഓടി ചാടി ചെന്നിട്ട് വീട്ടിൽ ചെന്നു. അവിടെ തൊട്ട് ഇവിടെ തൊട്ട് എല്ലാം സ്വർണ്ണമാകുന്നു. എല്ലാ പാത്രങ്ങളും തൊട്ടു അത് സ്വർണ്ണമായി പോകുന്നു. അപ്പോൾ അതാ മകൾ നിൽക്കുന്നു. മകൾ അപ്പരെ കണ്ട് ഓടി വന്നു അവളെ സ്നേഹത്തോടെ വാരിയെടുത്തു. സ്വർണ്ണമായി പോയി. എന്താണ്? സ്വർണ്ണമാണോ വേണ്ടത്? സ്വർണ്ണത്തെ പോലെയുള്ള മകളെയാണ് വേണ്ടത്? ചില ദുഷ്ടന്മാർ പറയും എനിക്ക് മകളെ വേണ്ട, എനിക്ക് സ്വർണം തന്നെ മതിയെന്ന്. ശരിയാണോ? അവളെ തൊട്ടു, അവൾ സ്വർണ്ണമായി പോയി. എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. അയ്യോ എന്നെ തൊടരുത്, എൻ്റെ അടുക്കൽ വരില്ലെന്ന് പറഞ്ഞു. സ്വർണ്ണമായി പോകുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ എനിക്ക് സ്വർണ്ണം ഒന്നും തന്നെ വേണ്ടെന്ന് പറഞ്ഞു. വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ വിശപ്പിന് കഴിക്കാൻ ചോറ് കൊടുത്തു. ചോറ് വാരിയെടുത്തു വായിലോട്ട് കൊണ്ടുവച്ചപ്പോഴത്തേനും സ്വർണ്ണമായി പോയി. ഇപ്പോൾ എന്താണ്? വായിൽ സ്വർണ്ണം വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? വിശപ്പടക്കാൻ പറ്റുമോ? അവസാനം ശ്വാസം പൊട്ടി മരിച്ചു. എന്താണ്? ദൈവത്തിന്റെ അടുക്കൽ വന്നിട്ട് നാം എന്താണ് ചോദിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഒരു അന്ധനെ നിങ്ങൾക്കറിയില്ലേ? ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ, ദാവീദ് പുത്ര എന്നോട് കരുണ കാട്ടണമേ എന്ന് നിലവിളിച്ചപ്പോൾ കർത്താവ് അവിടെ നിന്നു. അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്താണ് മോനെ നിനക്ക് വേണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്കൊരു 10 രൂപ തരണം, എനിക്കൊരു ചായ വാങ്ങിച്ചു തരണം, അല്ലെങ്കിൽ എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തരണം എന്നൊന്ന് പറഞ്ഞു. അവൻ എന്താണ് ചോദിച്ചത് കർത്താവിനോട്? എന്താണ് പറഞ്ഞത്? അങ്ങേ കാണണമെന്ന് പറഞ്ഞു. കാഴ്ച പോലും ചോദിച്ചില്ല, അങ്ങേ കാണണമെന്ന് പറഞ്ഞു. കർത്താവേ അങ്ങേ കാണണമെന്ന് പറഞ്ഞു. ശരി, കണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കണ്ണുകളെ തൊട്ടപ്പോൾ തന്നെ തിമിരം ഇളകി മാറിയിട്ട് കർത്താവിനെ കാണുവാൻ കഴിഞ്ഞു. ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? പണമാണോ? സമ്പത്താണോ? വസ്തുവാണോ? വീടാണോ? ലോകത്തെ സംബന്ധിച്ചിട്ടുള്ളതായ കാര്യങ്ങളാണോ? കഴുതകളെ കിട്ടുമെന്നാണോ? കഴുതകൾക്ക് വേണ്ടി ചെന്നാൽ നിന്റെ വിചാരങ്ങളല്ല. നിന്റെ വിചാരങ്ങൾ വ്യർത്ഥമായ വിചാരങ്ങളാണ്. ചീപ്പ് തോട്ട്സ്. ടെമ്പററി ആയ കാര്യങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നു. എനിക്ക് നിന്റെ മേൽ വലിയൊരു പദ്ധതിയുണ്ട്. നിന്നെ ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചിന്തകൾ നാം ഉപേക്ഷിച്ചെങ്കിലേ ദൈവത്തിന്റെ ആലോചനകളെ അറിയുവാൻ കഴിയൂ. ഞാൻ ആക്ടറാവാൻ വേണ്ടി വിചാരിച്ചു. പിതാവിനെ കുറിച്ച് ഡോക്ടറാക്കാൻ ആഗ്രഹിച്ചു. ഒരു ജാതകം നോക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ചെന്ന് കൈ കാണിച്ച് ചോദിച്ചു ആക്ടറാകുമോ ഡോക്ടറാകുമോ എന്ന്. ഇപ്പോഴല്ല, മാനസാന്തരപ്പെടുന്നതിന് മുമ്പാണ്. ആക്ടറാവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുസ്തകങ്ങൾ മാറ്റിവെച്ചിട്ട് സിനിമകൾ കാണാൻ തുടങ്ങി. സിനിമ നടനാകാൻ വേണ്ടി ശ്രമിച്ചു. മേക്കപ്പ് ടെസ്റ്റുകളിലേക്ക് പോയി. ആ കുഴിയിൽ വീണായിരുന്നെങ്കിൽ ഈ സമയത്ത് എനിക്ക് ഓരോ സിനിമാ നടന്മാർ മുഖാന്തരം യൗവനക്കാർ എത്ര പേരാണ് നശിച്ചു പോകുന്നത്? സിനിമാ നടന്മാരെ കണ്ടുപിടിക്കുന്ന യൗവനക്കാർ അവരുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത്? എത്രയോ ആളുകൾ സിനിമയിലെ സ്നേഹത്തെയും സിനിമയിലെ കാര്യങ്ങളെയും കണ്ട് അനുഗ്രഹിച്ച് തങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ അങ്ങനെ ആയിപ്പോയിരുന്നുവെങ്കിൽ എത്രയോ ആളുകളുടെ ജീവിതത്തിന് ഞാൻ ഒരു ശാപമായി മാറുമായിരുന്നു. എന്റെ ആലോചനകൾ ഒന്നിനും കൊള്ളാത്തവയാണ്. എന്നാൽ ദൈവത്തിന്റെ ആലോചനകൾ, എടാ നീ എന്റെ നാമത്തിന് വേണ്ടി സ്റ്റേജിൽ നിൽക്കണം, എന്റെ സ്നേഹം നീ പ്രസംഗിക്കണം, എടാ എന്റെ സുവിശേഷം നീ പറയണം, നിനക്കുള്ള ആഴകം, നിനക്കുള്ള ആരോഗ്യം, നിനക്കുള്ള ബലവും ആരോഗ്യമെല്ലാം അത് എന്റേതാണ്, എനിക്ക് നൽകുമെന്ന് പറഞ്ഞു. അപ്പോൾ മാനസാന്തരപ്പെട്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. കർത്താവ് തന്റെ കാര്യങ്ങൾ എന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഡോക്ടർ ആയിരുന്നുവെങ്കിൽ വെള്ളമൊഴിച്ച് ഇഞ്ചക്ഷൻ എടുത്ത് പണം സമ്പാദിച്ച് ഗുളികകളൊക്കെ എഴുതി പണം സമ്പാദിക്കുന്ന വ്യക്തിയാകുമായിരുന്നു. ഡേയ്, ഗുളികയും മരുന്നും കൊടുക്കുവാൻ വേണ്ടിയല്ല, നീ എന്റെ നാമത്തിന് വേണ്ടി നിൽക്കേണ്ടവനാണ്. എന്റെ നാമത്തിൽ നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ പനിക്ക് സൗഖ്യമുണ്ടാവും, രോഗങ്ങൾ പോകും, ഭൂതങ്ങൾ അഴിയും. ഞാൻ നിന്നെ ആത്മീയ ഡോക്ടറാക്കി മാറ്റാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെന്ന് ദൈവം അപ്പോൾ പറഞ്ഞു. എന്നാൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യം എനിക്കെന്ന് അറിയില്ലായിരുന്നു. അന്ന് ഞാൻ വെറും 14 വയസ്സുള്ള ഒരു പയ്യനായിരുന്നു.
എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഈ ദിവസം എന്റെ ദൈവം, അവന്റെ നാമത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും വിളിച്ചു പറഞ്ഞ് നടക്കുന്നത് ഇഷ്ടമുള്ളതല്ല. സാക്ഷ്യങ്ങൾ പറയിപ്പിച്ചിട്ട് ടിവിയിൽ എത്ര രോഗികൾക്ക് സൗഖ്യം കിട്ടി, എത്ര ഭൂതങ്ങൾ അടിഞ്ഞുപോയി, എത്ര പേർക്ക് വിടുതൽ സംഭവിച്ചു എന്ന് സാക്ഷ്യങ്ങൾ പറയുവാൻ എനിക്ക് ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ സുവിശേഷം പറയുന്നത് ആവശ്യമായിരിക്കുമ്പോൾ സാക്ഷ്യങ്ങൾ മാത്രം പറയിപ്പിച്ചുകൊണ്ടിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയിൽ എത്ര രീതിയിലുള്ള രോഗങ്ങൾ, എത്ര രീതിയിലുള്ള ക്യാൻസർ രോഗികൾ, എത്രയോ അത്ഭുത കാര്യങ്ങൾ ദൈവം എന്നെ ഒരു പാത്രമായി ഉപയോഗിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, അവന്റെ ആലോചനകൾ വേറെയാണ്. നമ്മുടെ ആലോചനകൾ വേറെയാണ്. നമ്മുടെ ആലോചനകൾ താൽക്കാലികമായിട്ടുള്ളതാണ്, ലൗകികമായിട്ടുള്ളതാണ്. നിങ്ങളുടെ ആലോചനകളല്ല എൻ്റെ ആലോചനകൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികളെന്ന് പറഞ്ഞു. ആകാശം ഭൂമിയിൽ നിന്ന് എത്രമാത്രം ഉയർന്നിരിക്കുന്നുവോ അതുപോലെ നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിചാരങ്ങളും ഉന്നതമായവ എന്ന് പറഞ്ഞു. അതാണ് ദൈവത്തിന്റെ ചിന്ത. നാം എല്ലാം ദൈവത്തിന്റെ ചിന്തകളാൽ നിറയപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹം പ്രാപിക്കും. നിന്നിൽ കൂടി നിന്റെ മക്കൾ, നിന്റെ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്കറിയാമോ, എൻ്റെ മക്കളെ ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. അവർ നല്ല താലന്തുള്ളവരാണ്, നല്ല കൃപയുള്ളവരാണ്, നല്ല ആരോഗ്യ ദൃഢഗാത്രരായ ആളുകളാണ്. പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ അവർക്ക് വന്നു, എന്നാൽ ഒരിക്കലും ഞാൻ അവരെ ബുദ്ധിമുട്ടിച്ചില്ല. നിങ്ങൾ സേവ ചെയ്യണം, തീർച്ചയായും ഞാനും അങ്ങനെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ നിർബന്ധമായും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞവരെ നിർബന്ധിച്ചില്ല. ഞാൻ യേശുവിനെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുത്തു. അവരെ ചെറുപ്പം മുതൽ വചനപ്രകാരം വളർത്തിക്കൊണ്ടുവന്നു. യൗവനപ്രായത്തിലായി പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളോട് ദൈവം എന്ത് ചെയ്യാൻ പറഞ്ഞാൽ അത് തന്നെ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ അവർ ദൈവത്തിന്റെ ഹിതത്തെ അന്വേഷിച്ചു. ലോകത്തിൽ എത്രയോ ആകർഷങ്ങൾ ഉണ്ടായിട്ടും, ലോകത്തിൽ എത്രയോ കാര്യങ്ങൾ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നിട്ടും യേശുവിന് വേണ്ടി തന്നെ അവരുടെ ജീവിതങ്ങളെ സമർപ്പിച്ചിട്ട് ദൈവവേലയ്ക്ക് വേണ്ടി നിന്നു. നിന്റെ ആൺമക്കൾ ദൈവത്തിന്റെ സേവ ചെയ്യുന്നത് എത്ര അനുഗ്രഹമാണെന്നറിയാമോ? ഇത്രയും പേര് ഞങ്ങൾ ദൈവത്തിന് വേല ചെയ്യുന്നു, കുടുംബം ഒരുമിച്ച് ദൈവത്തിന് വേല ചെയ്യുന്നു. ഞങ്ങൾ ധനം സമ്പാദിക്കാൻ പോയില്ല, ആത്മാക്കളെ സമ്പാദിക്കാനാണ് പോയത്. എവിടെ ചെന്നാലും അവിടെ ഞങ്ങൾക്ക് തൃപ്തിയാണ്. എത്രയോ പേർ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ അങ്ങ് വചനം പറഞ്ഞപ്പോ അത് കേട്ട് ഞാൻ മാനസാന്തരപ്പെട്ടു, ദൈവം എന്നോട് സംസാരിച്ചു, വചനപ്രകാരം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, വചനപ്രകാരം ഞങ്ങൾ ആശ്വസിക്കപ്പെടുന്നുണ്ട്. വചനം കേട്ടിട്ട് ഒരാൾ പറഞ്ഞു, ഞാൻ അങ്ങയുടെ വചനം കേട്ട് മദ്യപാനം നിർത്തി, ഞങ്ങൾ കുടുംബം ഒരുമിച്ച് ഒരുപാട് സന്തോഷത്തോടെയായിരിക്കുന്നു. എന്റെ ഭർത്താവ് എന്നെ TV കാണാൻ സമ്മതിക്കില്ല, ദൈവത്തിന്റെ വചനം കേൾക്കാൻ സമ്മതിക്കില്ല. വിവാഹദിനം വന്ന സമയത്ത് വിവാഹദിന സമ്മാനമായി എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. എനിക്കൊന്നും തന്നെ വേണ്ട, ഒരു തവണ കാൽവരി ദർശനം പ്രോഗ്രാം കാണാൻ അനുവദിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ശരി, കണ്ടോ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ആ പ്രോഗ്രാം ഇരുന്ന് ഒരു 30 മിനിറ്റ് കണ്ട സമയത്ത് ദൈവത്തിന്റെ ആത്മാവിനിൽ പ്രവർത്തിച്ചു. എന്താണ് വിചാരിക്കുന്നത്? പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണ് വിചാരിച്ചത് നേരത്തെ, എന്നാൽ ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തോ വിഷയങ്ങളുണ്ട്, നല്ലതായ പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ, ശരിയല്ലേ എന്ന ആലോചന ശക്തി അയാൾക്ക് കിട്ടി. ശരി, നീ കണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ കാണുവാൻ വേണ്ടി പെർമിഷൻ കൊടുത്തു. അവൾ ഉറക്ക ശബ്ദത്തിൽ വെച്ച സമയത്ത് അയാൾ അടുത്ത റൂമിൽ ഇരുന്ന് എത്തി നോക്കുമായിരുന്നു. ഒരു 2-3 ദിവസം അങ്ങനെ കണ്ട ശേഷം അടുത്ത ദിവസം അയാളും വന്ന് ഒരുമിച്ചിരുന്ന് കാണുവാൻ ആരംഭിച്ചു. രണ്ടുപേരും എന്റെ അടുക്കൽ വന്ന സാക്ഷ്യം പറഞ്ഞ അവരുടെ പേര് ഞാൻ ശരിയായി ഓർമ്മിക്കുന്നില്ല. എങ്ങനെയാലും ദൈവത്തിന്റെ വചനത്തിൽ കൂടി മനുഷ്യർ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നുണ്ടല്ലോ, അത് മതി. ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ആളുകൾ ദൈവത്തോട് സമാധാനപ്പെടണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ഇവൻ യഥാർത്ഥമായ ലോകരക്ഷകൻ. ആ കാലത്ത് ശമരിയ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു. തന്റെ കുടുംബം അവിടെ വെച്ചിട്ട് യേശു പറഞ്ഞത് കേട്ടപ്പോൾ, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞത് കർത്താവിനെ വന്ന് നോക്കൂ, ഇവൻ ക്രിസ്തു അല്ലയോ എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആശ്ചര്യമുണ്ടായി. അവർ അത്ഭുതപ്പെട്ടിട്ട് ഓടി കർത്താവിന്റെ അടുക്കൽ വന്നു. 2 ദിവസം അവിടെ താമസിക്കുകയുണ്ടായി. അവൻ പറഞ്ഞ വചനങ്ങൾ കേട്ടിട്ട് പിന്നീട് ആ സ്ത്രീയുടെ അടുക്കൽ ചെന്നിട്ട് എന്താണ് പറഞ്ഞതെന്നറിയാമോ? നീ പറഞ്ഞത് മുഖാന്തരമല്ല, ഞങ്ങൾ യഥാർത്ഥമായി അവനെ കണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തിരിച്ചറിഞ്ഞു അവൻ ലോകരക്ഷകൻ ആകുന്നു എന്നുള്ള കാര്യം. എന്താണ്? നിർബന്ധിച്ചുള്ള ഭക്തിയല്ലിത്, നിർബന്ധത്തോടു കൂടിയുള്ള ഭക്തിയല്ല, മതം മാറ്റമല്ലിത്. മതത്തിനും ഇതിനും തമ്മിൽ ബന്ധമില്ല. ഇത് മനസ്സിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്, ഇത് ആത്മീയ ചിന്തകളാണ്, ഇത് ജീവിത രീതിയാണ്, ഇത് ശരിയായ മാർഗമാണ്, ഒരു മനുഷ്യനെ പ്രയോജനമുള്ളവനാക്കി മാറ്റുന്ന മാർഗമാണിത്. ഇത് യേശുക്രിസ്തു ചെയ്തതായ അത്ഭുതമാണ്. നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. ഒരുപക്ഷെ ഇന്ന് മീറ്റിംഗ് വന്ന് കണ്ടിട്ട് പോകാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കാം, നിങ്ങളിത് കേട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തോടു കൂടി, എൻ്റെ മകന് വിവാഹം വേണം, എൻ്റെ മകൾക്കൊരു ജോലി വേണം, എനിക്ക് മക്കളുണ്ടാകണം, എൻ്റെ രോഗം മാറണം, എൻ്റെ കടം മാറണം എന്നുള്ള ഭാരങ്ങളുമായി വന്നവരായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. എന്നാൽ ദൈവം ഇവിടെ അതെല്ലാം നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ചെറിയ കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ മെച്ചമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നതിന്, നിങ്ങളിലൂടെ ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങളെ അവൻ്റെ സാക്ഷികളായി നിർത്തുന്നതിന് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിൽ അവൻ്റെ നിത്യമായ അനുഗ്രഹങ്ങൾ നിറയ്ക്കണമെന്ന് നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു.
അതേ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിനക്കുണ്ടായിരിക്കുന്ന ആലോചനകൾ എന്തെന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് യഥാർത്ഥമായി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം അവന്റെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന ആരും തന്നെ വെറും കൈയോടെ പോയിട്ടില്ല. ആ പാപിയായ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് വന്നു. അവന്റെ അടുക്കൽ വന്നിരുന്നിട്ട് കണ്ണുനീര് കൊണ്ട് കാൽ കഴുകി അവിടെ തലമുടി കൊണ്ടത് തുടച്ചു. അടുത്തു നിന്നവർ അവളെ കുറ്റപ്പെടുത്തി നോക്കി, ചീ, ഇവൾ പാപിനിയായ സ്ത്രീയല്ലേ. എന്നാൽ അനുതാപത്തോടുകൂടി അവൾ കർത്താവിന്റെ സ്നേഹത്തോടെ അവന്റെ പാദം ചുംബിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, മകളേ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, സമാധാനത്തോടുകൂടി നീ പൊയ്ക്കൊള്ളൂ. കരഞ്ഞുകൊണ്ടാണ് വന്നത്, സന്തോഷിച്ചുകൊണ്ട് മടങ്ങിപ്പോയി, സമാധാനത്തോടുകൂടി മടങ്ങിപ്പോയി. പാപജീവിതത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു പോയവർ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നവർ. അവർ വെറുതെ പോവുകയില്ല. ഒരുപക്ഷെ നിങ്ങൾ വെറുതെ വന്നിട്ട് വെറുതെ മടങ്ങിപ്പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനു മുമ്പ് നിങ്ങൾ സമർപ്പിച്ചിട്ടില്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റിയിട്ടില്ല, നിങ്ങൾ ദൈവത്തോട് നിലവിളിച്ചില്ല, ദൈവത്തെ നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല എന്ന കാര്യം ഈ സമയത്ത് ഈ വചനം കേൾക്കുന്ന എല്ലാവരും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം. ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമല്ല, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. നിങ്ങൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വളരെ വിലയേറിയവരാണ്. ഗുണ്ടൂരിൽ എത്രയോ ആളുകളുണ്ട് ദൈവമക്കളായവർ. ആന്ധ്രാപ്രദേശിൽ 1,48,00,000 ആളുകളുണ്ട്. ഇപ്പോൾ ആന്ധ്ര 2 ഭാഗമായി മാറ്റപ്പെട്ടു. എന്നാൽ നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കുന്നു. നമ്മളെ ദൈവം വേർതിരിച്ചിരിക്കുന്നു, തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ വിചാരങ്ങൾ വേറെയാണ്. നിന്റെ വിചാരത്തിൽ കൂടി പോവുകയാണോ യൗവനക്കാരാ? എന്റെ വിചാരങ്ങൾ എന്താണെന്ന് നിനക്ക് അറിയണമെങ്കിൽ നീ എന്റെ അടുക്കിലേക്ക് വേഗം വരൂ. എത്ര കാലം നീ ജോലി ഇല്ലാതിരിക്കും? എത്ര കാലം നീ മക്കളില്ലാതെ ഇരിക്കും? എത്ര കാലം നീ രോഗത്തിലായിരിക്കും? എത്ര കാലം നീ ജോലിയില്ലാതെ ജീവിക്കും? എത്ര കാലം എന്റെ ജീവിതത്തിൽ സമാധാനമില്ലെന്ന് പറയും? എത്ര കാലം എന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഇല്ലെന്ന് പറയും? നിനക്ക് വേണ്ടി ഞാൻ വലിയ കാര്യങ്ങൾ ആലോചിക്കുന്നു. നിന്റെ സ്വന്തം വിചാരങ്ങളിൽ നീ പോകുന്നത് കൊണ്ട് നീ ദോഷത്തിലായിരിക്കുന്നു, നിനക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. എന്റെ ഹിതമറിയൂ, എന്റെ വഴിയറിയൂ, എന്റെ അടുക്കലേക്ക് നീ വരൂ എന്ന് ദൈവം നിന്നോട് സംസാരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവമേ, എന്നെക്കുറിച്ചുള്ള നിന്റെ ഹിതം എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ടോ? പൗലോസ് ശൗലായിരുന്ന സമയത്ത് ക്രിസ്തീയ സഭകളെ പീഡിപ്പിക്കാൻ തുടങ്ങി. തന്റെ മതം അനുസരിച്ചവൻ അങ്ങനെ പ്രവർത്തിച്ചു. യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നവരെ അവൻ ഉപദ്രവിച്ചു. എന്നാൽ യേശുക്രിസ്തു ദമസ്കോസിന്റെ വഴിയിൽ വെച്ച് അവനെ ദർശിച്ച സമയത്ത്, ക്രൂശിൽ കിടക്കുന്ന യേശുക്രിസ്തുവിന്റെ ദർശനം കിട്ടിയപ്പോൾ ആ കുതിരപ്പുറത്ത് നിന്ന് അവൻ തൽക്ഷണം താഴെ വീഴുവാനിടയായി. പിന്നീട് അവന്റെ അകക്കണ്ണ് തുറക്കുവാനിടയായി. പിന്നീട് അവൻ എന്താണ് പറഞ്ഞതെന്നറിയാമോ? കർത്താവേ, നീ ആരാണ്? ഞാൻ നീ ഉപദ്രവിക്കുന്നതായ ക്രിസ്തുവാകുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നെ എന്തിനാണ് കർത്താവെ പിടിച്ചത്? എന്നെ എന്തിനാണ് കർത്താവെ ദർശിച്ചത്? എന്നെ എന്തിനാണ് നീ വിളിച്ചത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിന്നെ ഞാൻ ജാതികൾക്ക് സാക്ഷിയായി നിർത്തും. പോകൂ. ആ ദിവസം മുതൽ പൗലോസിന്റെ മേൽ ദൈവം എത്രയോ ആലോചനകളുമായിട്ടാണ് ഇരുന്നത്. അവനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു, പുതിയ നിയമത്തിൽ യേശുവിനെ പോലെ ജീവിച്ചതായ ദൈവദാസനായി, ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെ ചെയ്തതായ ഒരു ദൈവദാസനായി നമുക്കവനെ കാണുവാൻ കഴിയും. നിന്റെ മേൽ ദൈവത്തിന് എത്രയോ ആലോചന ഉണ്ടായിരിക്കും. ഭാരതത്തിന് മാറ്റമുണ്ടാകണമെങ്കിൽ, മരണം വന്നാലും ഉപദ്രവം വന്നാലും ആപത്ത് വന്നാലും വാള് വന്നാലും യേശുക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ബീജം നമ്മുടെ ഉള്ളത്തിലുണ്ടായിരിക്കണം. കാറ്റത്ത് പറന്നു പോകുന്ന പട്ടം പോലെ ആയിരിക്കരുത് നമ്മുടെ ഭക്തി. എന്തു കാര്യമായാലും യേശുക്രിസ്തുവിന് വേണ്ടി അത് ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ ഹിതത്തിന് ഒത്തവണ്ണം ജീവിക്കാൻ മനസ്സുള്ളവരായിരിക്കണം. ഈ അന്ത്യകാലത്ത് ജനങ്ങൾ വിവാഹം കഴിച്ചും കഴിപ്പിച്ചും കൊണ്ടും കൊടുത്തും വാങ്ങിച്ചും വിറ്റും വ്യാപാരത്താൽ നിറഞ്ഞിരിക്കുന്നതായ, ലോകകാര്യങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്നതായ, ലോകകാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തില് ഒരു വ്യക്തി യേശുവിന് വേണ്ടി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ ചിന്തകൾ നീ മനസ്സിലാക്കണം. അവന്റെ ആത്മാവിനാൽ നീ നിറയണം. അവന്റെ സാക്ഷിയായി നീ നിൽക്കണം. അപ്പോഴേ ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ആത്മാക്കളെ നമുക്ക് രക്ഷിക്കാൻ കഴിയൂ. പ്രിയ സഹോദര സഹോദരി, നീ യൗവനക്കാരനായാലും മുതിർന്ന ആളായാലും വൃദ്ധനായാലും നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങൾ ഉണ്ടെന്നും അവന്റെ ചിന്തകൾ നീ അറിയണമെന്നും അവന്റെ മാർഗത്തിൽ നീ നടക്കണമെന്നും നീ അഭിവൃദ്ധിയുടെ വഴിയിലൂടെ പോകണമെന്ന്, നീ അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ പോകണമെന്ന്, നിന്റെ ചുറ്റുമുള്ള അനേകം ആളുകൾക്ക് നീ പ്രയോജനകരമായ ജീവിതം നയിക്കണമെന്നും നിന്റെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നീ മുൻപോട്ട് പോകണമെന്നും ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്റെ അടുക്കിലേക്ക് വരൂ, ഞാൻ നിന്നെ വഴി നടത്താമെന്ന് പറയുന്നു. എന്റെ അടുക്കിലേക്ക് വരൂ, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകാമെന്ന് പറയുന്നു. ദൈവം അവന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എല്ലായ്പ്പോഴും ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. അവസാനമായി 12-ാം വാക്യം വായിച്ചിട്ട് നമുക്ക് നിർത്താം. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. നിങ്ങൾ സന്തോഷത്തോടുകൂടി പുറപ്പെടും. ശ്രദ്ധിക്കൂ, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും.
ഈ ദിവസം നിങ്ങളെ ദൈവം അങ്ങനെ അയക്കും. ഈ വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറവേറുമാറാകട്ടെ. നാം ചെന്നിട്ട് അവന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് തന്റെ പ്രവൃത്തികൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കും. ഈ അവസാന നിമിഷത്തിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംസാരിക്കും. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന സമയമാണിത്. തന്റെ വാഗ്ദത്തങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ പദ്ധതിയെ അറിയിക്കുന്ന സമയമാണിത്. നിങ്ങൾ സന്തോഷത്തോടുകൂടി തിരിച്ച് പുറപ്പെടുന്നതായ സമയമാണിത്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയോടുകൂടി, ദൈവത്തിന്റെ അനുഗ്രഹത്തോടുകൂടി, ദൈവത്തിന്റെ ഹിതത്തോടുകൂടി തിരികെ നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകാം. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് പകരുക, ഏൽപ്പിക്കുക. രണ്ടാമതായി നിങ്ങളുടെ വിഷമം, നിങ്ങളുടെ ദുഃഖം, നിങ്ങളുടെ ബുദ്ധിമുട്ട്, കഷ്ടത നിങ്ങളുടെ കർത്താവിനോട് പറയൂ. കുറെ വർഷങ്ങളായി നിന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യാധി, ആ രോഗം ഇന്ന് നിന്നിൽ നിന്ന് മാറ്റണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടും വിഫലമായി പോയ നിന്റെ പരിശ്രമത്തെ സാധിപ്പിക്കണമെന്ന ഈ ദിവസം ദൈവം ആഗ്രഹിക്കുന്നു. അവൻ തന്റെ പ്രവൃത്തി ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. കണ്ണുകൾ അടച്ചുകൊണ്ട് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. നിങ്ങളുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, കർത്താവേ, എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിന്റെ ആലോചനകൾ എന്താണ്? എന്റെ ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞുപോയി. എനിക്കൊന്നും സാധിക്കാതെ എന്റെ ജീവിതം ഇങ്ങനെയായിരിക്കുന്നു. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി ഞാൻ നശിച്ചുപോയി. എന്റെ സ്വന്തം ആലോചനയിൽ കൂടി പോയി നഷ്ടങ്ങൾ സംഭവിച്ചു. എന്തോ സാധിക്കാമെന്ന് വിചാരിച്ചെന്നാൽ ഉള്ളത് നഷ്ടപ്പെടുത്തി. നിന്റെ ഹിതം വേണം ദൈവമേ. നിന്റെ ഉദ്ദേശങ്ങൾ അറിയണമേ കർത്താവേ. അങ്ങയോട് സമാധാനത്തോടെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ കർത്താവേ. നിന്റെ പാദത്തെങ്കിൽ ഞാൻ പശ്ചാത്താപത്തോടെ വരുന്നു. നാളെയല്ല, ഇതാണ് അനുകൂലമായ സമയം. ഇതാണ് രക്ഷാ ദിവസം. ഇന്നത്തെ ദിവസം ദൈവം അവന്റെ സന്നിധിയിൽ നമ്മളെ കൂട്ടിവരുത്തി. നാളെ ഒരു ദിവസം നാം ജീവനോടെ ആയിരിക്കുമോ എന്ന് നമുക്ക് അറിയുകയില്ല. നാളത്തെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ 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 ദൈവം നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്നെ അവൻ തൊടുന്നതിന് വേണ്ടി, നിന്നോട് സംസാരിക്കുന്നതിന് വേണ്ടി, നിന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, നീ സമാധാനമുള്ളവനായിരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ പോവുകയാണ്. ആ കർത്താവിനോട് തിരിച്ചു പറയൂ, എന്നെ അനുഗ്രഹിക്കൂ കർത്താവേ, എന്നെ സഹായിക്കണമേ ദൈവമേ. നിന്റെ ആലോചനകൾ എന്നെ അറിയിക്കണമേ. നിന്റെ ഉദ്ദേശങ്ങൾ എന്നെ അറിയിക്കണമേ. എന്റെ ദുഷ്ടമാർഗങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ പാപപ്രവൃത്തികൾ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ ദോഷപ്രവൃത്തികൾ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ സ്വന്തം നിരൂപണം ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ ലോകപ്രകാരമായ ചിന്തകൾ ഞാൻ ഉപേക്ഷിക്കുന്നു കർത്താവേ. എന്നെക്കുറിച്ച് നിന്റെ ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണോ? എന്റെ മാതാവിന്റെ ഉദരത്തിൽ എന്നെ നിർമ്മിച്ചപ്പോൾ എന്നെ അറിഞ്ഞതായ കർത്താവേ, നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതി അറിയിക്കുമാറാകണമേ എന്ന് നമുക്ക് വായ് തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടികൾ പ്രകാശിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനത്താലും ശാന്തിയാലും നിറയുമാറാകട്ടെ. പുതിയ ജീവിതവും പുതിയ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ പ്രാപിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.